എടാ മച്ചാമാരെ ഫ്ലൈയിങ് സ്കുരലും എടുത്ത് നമ്മൾ അനദർ റൂം ഇട്ടിട്ടുണ്ട് മുത്തേ. സീരിയസ്ലി മുത്തേ ട്രോപ്പിക്കിലാണ് ഇപ്പം നിൽക്കണം. എന്തായാലും നോക്കാം മുത്തേ, നമുക്ക് കുറച്ചങ്ങോട്ട് പോകാല്ലേ. ഓ ഇതാറാ അതിനിടെ വന്ന ശരി ഇവിടെ കുറച്ച് നിന്നാലേ ഒന്ന് ഇങ്ങോട്ടായിക്കോട്ടെ. ഇതൊന്നും ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ നിർത്തിക്കോട്ടെ. നീ ഇത് പേരും സാധനം ഓണായിക്കോട്ടെ. വോയിസ് ചാറ്റല്ല വോയിസ് ചാറ്റിൻ്റെ ഒന്നല്ല ഹൈഡ് ചാറ്റല്ല ഹൈഡ് ചാറ്റ്. ഇതാണെങ്കിൽ മെസ്സേജ് ഒന്നില്ല. ലൊട്ടയാക്കി എന്നാ ഓക്കെ ലൊട്ടയാക്കി എടുത്ത് കളഞ്ഞോ. അന്ന് ഇതാക്കൊന്നും വേണ്ട. ലൊട്ടയാക്കണേ എടുത്ത് കളഞ്ഞു കേട്ടാ. അങ്ങനെ ഇതൊന്നും വേണ്ട. ഓക്കെ സ്നൂപ്പ്. ഓ മുത്തേ നീ ആയിരുന്നല്ലേ. ഓക്കെ സ്നൂപ്പ് ബ്രദർ നമ്മുടെ മെമ്പറാണ്. ഓക്കെ സ്നൂപ്പാണെന്ന്. ഓക്കെ കണ്ട് വെച്ചാ. ഓക്കെ വെച്ചാ. ഓ വെച്ചാ കണ്ട് എടാ അങ്ങോട്ട് പോകാം എല്ലാവരും അങ്ങോട്ട് പോകാം ഗൈസ്. വന്ന് പോകാം. നമുക്ക് ബീച്ച് വന്ന് കയറാം. ഒയ്യോ ഇടിച്ചു മുത്തേ പിടിച്ചാണ് സീരിയസ്ലി മുത്തേ. ബ്രോ ഞാനാ കേക്ക് റൈഡറാ. ഞാൻ ചാറ്റ് വായിക്കാൻ കിടപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യില്ല. ഇപ്പോൾ ശ്രദ്ധ ഇരിയല്ല. അതാണ് സീനാവും. നമ്മളിപ്പോൾ ട്രോപ്പിക്ക് നിൽക്കുവാണ് മുത്തേ. ഞാൻ ഫ്ലൈ സ്കൂളിൽ എടുത്ത് നിൽക്കണം. നിങ്ങൾ ഏത് വണ്ടികളും കൊണ്ടുവന്നു കേട്ടോ. എന്തായാലും നോക്കാം. ഇത്തിരി ഇങ്ങോട്ട് പോട്ടെ. ഞാൻ പൂലൊക്കെ അടിച്ച് 2 ഇതാക്കട്ടെ. പതിയെ പോകാതെ നമ്മളിപ്പോൾ എന്തിന് പോകണമെങ്കിലും മുത്തേ പതിയെ പോയാൽ നമ്മൾ പെടയ്ക്കണം എന്തിനാണ് മനസ്സിലായില്ലേ ഗൈസ്. നമ്മൾ പെടായ്ക്കണം എന്തിനാണ് സീരിയസ്ലി മുത്തേ. എന്തായാലും കൊള്ളാം. എടത് മൊത്തം എത്ര രൂപ കിട്ടിയടാ ഗൈസ്. ഞാൻ കണക്ക് കൂട്ടിയില്ലടാ. ഇന്ന് എത്ര രൂപ കിട്ടി നമുക്ക്? 2 മെമ്പർഷിപ്പും പിന്നെ 100 രൂപയും 20 രൂപയും പിന്നെ എത്ര 40 രൂപ അയച്ചടാ. എനിക്ക് കണക്ക് കൂട്ടിയില്ലടാ ഗൈസ്. എത്ര രൂപ മൊത്തം കിട്ടിയടാ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൂട്ടിയായിരുന്നേ. ഇത് കണക്ക് കൂട്ടിയില്ല. അല്ല മറ്റേ നോക്കാൻ പറ്റുമല്ല. ഓ വൈറ്റ് കയറുമ്പോൾ നോക്കാൻ പറ്റും കേട്ടാ. അതിൽ ഓപ്ഷൻ അതിൽ കാണിക്കുമല്ലോ ഇങ്ങനെ കയറുമ്പം. ഓക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും കൊള്ളാം. നൈസായിട്ടുണ്ട്. ഇതും ചെയ്തിട്ടുണ്ട്. ഓ ഇതാറേ റിവേഴ്സ് ഒക്കെ എടുത്ത് പറഞ്ഞു മുത്തേ. എന്ത് സിനിമേ. 40 ഞാനാണ് അയച്ചാ. ഓക്കേടാ മച്ചാ. ഓക്കെ ഞാൻ കണ്ടായിരുന്നു. സ്ട്രീം എൻ്റെ ആക്കണേ മുമ്പ് 100 അയക്കാന്നാ. എടാ വേണ്ട മുത്തേ. നീ അയച്ചിട്ടുണ്ടല്ലോ. സന്തോഷം മുത്തേ. അല്ല ഇപ്പം എന്തിനു പറയാം ഗൈസ്. നിങ്ങൾ ഒരുപാട് തന്നാ. അല്ല ഇപ്പം മതിയിടാ. എടാ ഞാൻ കഴുകാൻ വേണ്ടി പോകണേ. വണ്ടി കഴുകണേയും ഇത്തിരി ടയറിനെ സംബന്ധിച്ച് അങ്ങോട്ട് പോകണേ ഗൈസ്. നിങ്ങൾ നേരെ അങ്ങോട്ട് പൊയ്ക്കോ. ഓക്കെ എന്തായാലും കൊള്ളാം. അത് തന്നെ ടാങ്ക് ഫുള്ളാണെന്നോ. ഓക്കെ നിങ്ങൾ ലൈവ് കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ അത് തന്നെ മതി. നിങ്ങൾക്ക് അയക്കണമെന്ന് ആഗ്രഹമുണ്ട് അയച്ചോ. അതെനിക്ക് കൂടുതൽ സന്തോഷമാക്കും. ഓഹോ ന്യൂ ടയർ ചെയ്തിട്ടാ മുത്തേ. നമുക്ക് നേരെ ബീച്ചിലോട്ട് ഇറങ്ങാം. അവിടെ ഈ വണ്ടി എൻ്റെ ഈ ഒരു ഫ്ലൈ സ്കൂളിൽ ഇത്തിരി മറിഞ്ഞ് വീണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് ഇത്തിരി ലോട്ടയാണ്. എന്തായാലും നോക്കാം. എടാ എല്ലാവരും ബീച്ചിലോട്ട് ആട്ടാ ഗൈസ്. സീരിയസ്ലി എന്താടാ റെഡ് ഫോക്സ് അനന്തിയായേ എന്നാ. എടാ നിനക്ക് എഴുതാനെന്നോ നീ എന്തിനു എഴുതി വെച്ചാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അനന്തിയെ എന്നാ. എന്തിനാ അനന്തിയാ. എടാ ഇതെന്തൊരു ഭാഷ. അനന്തിയായേ. ഓ എവിടെയാണെന്ന്. ഓ ഇവിടെ ബീച്ച്. നീ മനസ്സിലാവണത് ഇത് ഇതെൻ്റെ അടുത്ത് എന്തൊരു ബീച്ചിലടാ. ബീച്ചിലാണേ. എൻ്റെ പൊന്നോ. ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചോണ്ട് അനന്ത് എന്നൊക്കെ പറഞ്ഞതിരക്ക്. ഓ അബ്ദു വന്നിക്കല്ലോ മുത്തേ. എൻ്റെയാണ് പറ്റില്ല. ഇത് ലവന്മാരെ അങ്ക്രി ബേഡന്മാരുണ്ടല്ലോ. അങ്ക്രി ബേഡ് അവന്മാരെ എൻ്റെയാണ്. എന്തായാലും കൊള്ളാം. ഇവിടെ സെറ്റല്ലേ. ഇവിടെ സെറ്റാണ്. ഇവിടെ നീ കുറച്ച് വേറെ ചെയ്യാനൊന്നുമില്ല. ഇല്ല ഇനി ഇരുന്ന് ഓഫാക്കി. ഇവിടെ ഫോട്ടോ എടുക്കാം. എടാ എല്ലാവരും പാർക്കാക്കൂലേ. മാറിപ്പോയി. നോക്കടാ കുഴപ്പമില്ല. എനിക്ക് ആദ്യം വായിച്ചാൽ മനസ്സിലായില്ല. അതാണ്. എന്തായാലും കൊള്ളാം. എടാ നന്നായിരിക്കും. നല്ല പിക്കഡ് കളണം. നിങ്ങൾ ലൊട്ട അടിച്ച് നമുക്ക് അവസാനം ലൊട്ട കേട്ടോ. പറഞ്ഞില്ല വേണ്ട. എന്തായാലും കൊള്ളാം അല്ലേ കേസ്. എന്തായാലും കൊള്ളാം. അത് തന്നെ പാർക്കാക്ക അത് തന്നെ പാർക്കാടാ മച്ചാ. സീരിയസ്ലി ഇതെന്ത്. ഓക്കെ എന്തായാലും കൊള്ളാം അല്ലേ കേസ്. സീരിയസ്ലി കൊള്ളാം കേട്ടോ പരിപാടി.
ഇങ്ങനെ നിന്ന് ഇത് അത്യാവശ്യം പീക്കൊക്കെ എടുക്കാൻ നൈസ് ആയിട്ടുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഈ വണ്ടി അത്യാവശ്യം കൊള്ളാം കേട്ടോ. അത്യാവശ്യം എന്തോ ഒരു മാതിരി നമ്മൾ ഒരു കാണുമ്പോൾ ഒരു ഇതുണ്ടാ, മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞാൽ ഒരു സാധനമുണ്ട്. അല്ല ഇപ്പം എന്താ ഞാൻ പറയാം, ഒരു ഇതുണ്ടാ മച്ചന്മാർ. അല്ല ഇപ്പം എന്താക്കും കൊള്ളാം. ഞാൻ പിക്കെടുത്ത് അത്യാവശ്യം പിക്കെടുത്ത് മച്ചമ്പി ആടാ ബുജി വന്നിട്ടുണ്ട് ചാച്ചിൽ. ഫുള്ള് പാഠപുസ്തകത്തിനെ പറ്റിയുള്ള സംസാരിക്കും കേട്ടോ, സീരിയസ്ലി മച്ചി വന്നാ മച്ചാ. ഓക്കെ വെൽക്കം മച്ചാ, വെൽക്കം. അവിടെ ചാർജ് 47% ഉണ്ടല്ലേ? ഓക്കെ യെസ് നോക്കിയാണ്. പാർക്കാക്കൂ അത് നേരത്തെ ഇട്ടാ ഗൈസ്. നമുക്ക് ട്രിപ്പ് അടിക്കാം ഗൈസ്, നമ്മൾ ട്രിപ്പ് അടിക്കാം ഗൈസ്, ട്രിപ്പ് അടിക്കാം. പോയാലോ എവിടെ പോയാലോ സമയം കളയണ്ട, നേരെ വെച്ച് പിടിക്കാം. എടാ നമ്മൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ്. വേണ്ട അന്തർവാഹനം, ആ സാധനം ഉണ്ടല്ലോ മൊത്തം അന്തർവാഹിനി, ആ സാധനത്തിനെ കാണാൻ വേണ്ടി പോവാണ്. അത് ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് ഇറക്കണം. ആ സ്ഥലം ഞാൻ അറിയാം, ഞാൻ വരാം, അറിയാലേ. വന്നോ സ്നോ പ്ലേസ് പോവാം. സ്നൂപ്പ് റെഡ് ഫോക്സ് ലൂയിസ് വൂട്ടൺ കാറ് കണ്ടിട്ടുണ്ടോന്നാ? ഇല്ലടാ മുത്തേ, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഗെയിം കളിക്കണം എന്നുള്ളത് മുത്തേ. ഈ കാറിനെ പറ്റി വലിയ പരിപാടി ഒന്നും അറിഞ്ഞൂടാ മുത്തേ. കാർ ഗായി അല്ല മച്ചാ, സീരിയസ്ലി പറയാനല്ല. നമുക്ക് കാറിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല ബ്രോ. റിവീൽ ആ ഗെയിം എന്നാ? ഓ എടാ മുത്തേ, ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. ഓക്കെ പെട്ടെന്ന് എങ്കിൽ പെട്ടെന്നാവട്ടെ. ഓക്കെ എങ്കിൽ എന്തായാലും പോകണ പോക്കല്ലേ, ഇവനൊന്ന് കണ്ടിട്ട് പോവാം. മനസ്സിലായില്ലേ? റിവീലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ എന്തായാലും ആ സ്ഥലത്തോട്ട് പോകണം. ഈ റൂമിൽ നമ്മൾ പോയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ പറഞ്ഞെങ്കിൽ മുത്തേ ഒരു വാട്ടി മുടി പണിയിട്ട് എന്നാൽ പിന്നെ ഒന്നുകൂടെ മുടി പണ്ണണം മുത്തേ. സീരിയസ്ലി മുത്തേ പെട്ടെന്ന് ആക്ക്. ഓക്കെ എന്നാൽ ട്രിപ്പ് ചെയ്യാം. അവിടെ ട്രിപ്പാക്കാം. ട്രിപ്പ് പോവാം മച്ചി, ട്രിപ്പ് പോവാം. ബസ്സിൽ ട്രിപ്പ് പോവാം എന്നാ? എടാ ബസ്സിൽ പോകണം നല്ല കാര്യമാണ്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. എടാ എല്ലാവരും വേണം, അവൻ്റെ വണ്ടി ഒന്ന് കണ്ടിട്ട് ഇതാക്കാം, കണ്ടിട്ട് അതിനോട് ഇറങ്ങാം കേട്ടോ. എടാ ബസ്സിൽ പോകണം നല്ല ഐഡിയ ആണ് മുത്തേ. എന്നാലും നോക്കാം. ഞാൻ പിന്നെ ഫ്ലൈ സ്കൂളിൽ എടുത്ത് വന്ന് വെറുതെ ആവൂലേ, എന്തായാലും കുഴപ്പമില്ലടാ. ഓക്കെ എന്തായാലും നോക്കാം. ഫ്ലൈ സ്കൂളിൽ ഈ ഫ്ലൈ സ്കൂളിൽ പോകണം. ഒരു വച്ചടിച്ചൊരു മാതിരി ലൊട്ട ഉരുണ്ട് പോകണ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നോക്കാം ഗൈസ്. ഫോക്സ് കാർ റിവീലാക്കട്ടെ. എടാ അവൻ്റെ മാത്രം കാണാനാണ് നിർത്തി കേട്ടോ. നിങ്ങളെല്ലാവരും കൊണ്ട് ഉടനെ എൻ്റെ എന്ന് പറയില്ല. ഞാൻ ട്രിപ്പ് റൂമാണ്. പിന്നെ അവൻ വന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ ഒന്ന് വരും ഒന്ന് കണ്ടിട്ട് പോകണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കാണാൻ നിൽക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് പറയല്ലേ, ഞാൻ ഇതാക്കല്ലേ. അവൻ്റെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോവേ. അവൻ്റെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് സ്നോയിൻ്റെ അങ്ങോട്ട് പോകാനുള്ളതാണ്. സമയങ്ങളായില്ല വെച്ചാൽ സീരിയസ്ലി പെട്ടെന്നാവുക ഗൈസ്. പെട്ടെന്ന് ഇവിടെയാണ് നമ്മളെ റിവീലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും മുത്തേ നമ്മളെ ചാറ്റിൽ നിൽക്കേ. എടാ മുത്തേ റുബെക്സ് ഉണ്ടല്ല, പഠിപ്പി ഉണ്ടല്ലോ മുത്തേ. പഠിപ്പി ആദ്യമായിട്ട് നമ്മളെ ചാറ്റിൽ ഒരു സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് മുത്തേ. സീരിയസ്ലി താങ്ക് യു മുത്തേ. 19 രൂപ വായിച്ചേക്കണം. ഒക്കെടാ മുത്തേ, സീരിയസ്ലി താങ്ക് യു മുത്തേ. നിനക്ക് ഇനിയും ബുദ്ധി കൂടട്ടെ മുത്തേ. ബുജിയുടെ നെക്സ്റ്റ് ലെവലിലോട്ട് കയറട്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. താങ്ക്സ് ഇടാ വെച്ചാ. ഇതായി ഓക്കെ. ഇത് അങ്ങോട്ട് പാഞ്ഞു പോകണല്ലോ റുബെക്സ് സീൻ എന്നാ. ബുജിയടാ ബുജി സീൻ. ഓ ഇതെന്തൊരു ഇത് വിളിച്ചടിക്കണം അവൻ്റെ ലോട്ട. ഓക്കെ സൂപ്പർ സ്റ്റിക്കർ. സൂപ്പർ സ്റ്റിക്കർ. അത് തന്നെ സൂപ്പർ ചാറ്റിൽ സൂപ്പർ സ്റ്റിക്കർ ചെയ്ത്. എന്തായാലും കൊള്ളാം വെച്ചാൽ, എന്തായാലും കൊള്ളാം. എന്തൊരു ഉലക്കെന്നാ, ഉള്ളിലേക്കെന്നായിരിക്കും. ഓക്കെ പെട്ടെന്ന് ചെല്ലാം അങ്ങോട്ട്. ഉലലക്കെന്നൊക്കെ എന്തിനാ കിട്ടേക്കാണ് മച്ചമാരെ. വച്ചി എടാ ഇത് മുത്തേ, ഇതല്ലെങ്കിൽ പിന്നെ ഏത് മുത്തേ വണ്ടി? സീരിയസ്ലി മുത്തേ വാട്ട് മുത്തേ, പ്രോപ്പർ വണ്ടിയാടാ. എനിക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് എടാ ഇതെന്തരി ഇത് തുറക്കാനും പറ്റൂലേ? ഓക്കെ എൻ്റെ മുത്തേ നൈസ് സാധനം. എടാ മുത്തേ റൊണാൾഡോ കാർ മുത്തേ. സീരിയസ്ലി മച്ചി വാട്ട് ഈ കിടപ്പോ. എടാ ഡ്രോണെ നിന്റെ ഓടാ. നീ മാറിപ്പോ. നിന്നെ ഇടിച്ച് നോക്കും ലോട്ടെ.
നിൻ്റെ മാറ്റെടുത്ത പരിപാടി ലോട്ടേൻ്റെ ഒരു പിക്കെടുക്കാൻ സമ്മതിക്കില്ല. എൻ്റെ കയറുന്നു ലോട്ടത്തരം. ഇതാറ് അവിടെ നിൽക്കണം ബാക്ക് തൂക്കിയിട്ട്. എന്താ താടിയൊക്കെ വെച്ച് താരിക്കണം. നോക്കാം, പേര് വെക്കാം. ബ്രോ ചാറ്റ് എന്നാ നിൽക്കണം. ഞാൻ അവിടെ കാര്യം നിങ്ങൾ വെയിറ്റ് കറുത്ത മുത്ത്. ചാറ്റൊക്കെ വെയിറ്റ് വെക്ക്. ചാറ്റ് വെക്കാം മുത്ത്, ചാറ്റ് വെക്കാം. ഉള്ളാടെ സീൻ വണ്ടി കേട്ടോ, സീൻ വണ്ടി. പ്രോപ്പർ W കാർ മുത്തേ, പ്രോപ്പർ സാധനം കേട്ടോ. ഈ കാറും കൊണ്ട് വരാൻ പറയാം എൻ്റെ മീറ്റപ്പ് ആണെന്നാ. ഓ നിൻ്റെ മീറ്റപ്പ് ഉണ്ടല്ലേ പറഞ്ഞ പോലെ. അത് പറഞ്ഞ പോലെ എപ്പോഴാണ് നിനക്ക് ഇന്ന് മീറ്റപ്പ് ഞാൻ പറഞ്ഞല്ലേ? ഓ അതും ഇതിനിടെ ഉണ്ടല്ലേ പറഞ്ഞ പോലെ. ബ്രോ എൻ്റെ വേണ്ടി റിവീലാക്കാം. നിങ്ങളെ പേര് നോക്കിയിട്ട് ഇവോ. ആ ഇവോ പുറത്തേക്ക് ഇറക്കടേ എന്നാ. ക്രൂസറിൻ്റെ അല്ലേ ഇത്? എടാ ക്രൂസറിൻ്റെ ആയിരുന്നാ? എനിക്കേ എടാ ഞാൻ സത്യം പറഞ്ഞ ഇതേണ്ട ഇവോര വണ്ടി കാണാനാണ് വന്നത്, എന്നിട്ട് കണ്ടത് ക്രൂസറിൻ്റെ. സത്യം പറയാനില്ല, ഇത് ഞാൻ വേറെ ഏത് വണ്ടിയാണോ എനിക്ക് ഇതിനപ്പുറം പറയാൻ പറ്റും മുത്തേ. സീരിയസ്ലി എൻ്റെ വണ്ടിയാ നോക്കട്ട്. എടാ ഇതാണ് നമ്മൾ സത്യം പറഞ്ഞ് ഈ വണ്ടിയാണ് കാണാൻ വന്നത്. ഈ ഒരു ഓറഞ്ച് കളർ വണ്ടിയാണ്ടോ, പക്ഷെ കണ്ടത് ഇതാണ് മുത്തേ. കൊള്ളാം കേട്ടോ, പറയാതിരിക്കുക, രണ്ടും കൊള്ളാം. പക്ഷേ അണ്ണൻ്റെ വണ്ടീൻ്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് അണ്ണൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. എന്തായാലും വെടിപ്പായിട്ടുണ്ട് കേട്ടോ, സംഭവം എന്തായാലും തീ ആയിട്ടുണ്ട് കേട്ടാ. നൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങ് പോവാളേണ്ടാ, ട്രിപ്പ് പാതിയായി പോകും കേട്ടോ. നിൽക്കേ എടാ നിൽക്കാൻ എൻ്റെ ഗ്രാഫിക്സ് കുറഞ്ഞാടാ. എടാ അതിനിടെ ഇവൻ ലൊട്ട എടുപ്പിക്കാൻ എന്ത് മച്ചാ, ഗ്രാഫിക്സ് മച്ചാ, സീരിയസ്ലി മച്ചാ. എടാ ഞാൻ ഇന്നൊരു ട്രിപ്പ് ആണ്ടാ ഉദ്ദേശിച്ചു, അതിന് നടക്കൂത്തെ. ഇത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ് ഇത് റിവീലിംഗ് ആയിപ്പോയി. ഇത് റിവീലിംഗ് റൂമായി മാറി കേട്ടാ. നിങ്ങൾ എന്നെ ലൊട്ട പറഞ്ഞാൽ സത്യമായിട്ട് ഇത് റിവീലിംഗ് റൂമായി മാറി കേട്ടാ. ഈ സത്യം പറയാൻ ഇത് എന്തായാലും കൊള്ളാം കേട്ടാ. ഞാൻ സത്യമായിട്ട് ഇന്ന് അവിടെ പോകാൻ വിചാരിച്ചു. സബ്മറീൻ ഉണ്ടല്ല, അവിടെ പോവാൻ വേണ്ടി ഇരുന്നേണ്. പക്ഷേ ഈ വണ്ടി കണ്ട് ഇത് റിവീലിംഗ് ഇതായി, മനസ്സിലായില്ലേ മുത്തേ? ഈ വണ്ടിയിൽ ആ കൂടി എനിക്ക് ഒരു എന്തെങ്കിലും ഒരു കുഴപ്പം പറയാൻ ഉണ്ടെങ്കിൽ മുത്തേ, ജോലൈൻ എന്തോ മനസ്സിലായില്ലേ, ജോലൈൻ ഇല്ലാത്ത പോലെ. അതിന് എന്തേലും അങ്ങനെയാണെന്നോ അത് ഞാൻ കണ്ടില്ല. പക്ഷെ ഇത് കണ്ട കുറച്ച് ഇത്ര ഇതായി കിടക്കണ പോലെ, മനസ്സിലായില്ലേ? പക്ഷേ ഓക്കെ സെറ്റ് സാധനം വേറെ ഒന്നും അതൊന്നും വലിയ കുഴപ്പമില്ല, മനസ്സിലായി. എല്ലാം സാധനം സീൻ കേട്ടോ. സാധനം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. സീരിയസ്ലി W കേട്ടോ, സീരിയസ്ലി W പറയാണ്ടിരിക്കാൻ വേടാ. ബ്രോ ഈ വണ്ടി എൻ്റെ ബസ് റിവ്യൂലിന് കൊണ്ടുവരാൻ പറയും ബ്രോ എന്നാ. എടാ മുത്തേ ഞാൻ പറഞ്ഞ അവൻ കൊണ്ടുവരും മുത്തേ. എടാ അവൻ കേൾക്കൂല്ലേ മച്ചി, നീ ഇതാ കേട്ടോ, നീ വന്നോ കേട്ടോ. എടാ ഞാൻ പറഞ്ഞാൽ അവൻ വരും മുത്തേ, സീരിയസ്ലി മുത്തേ. എടാ അത് അപ്പം പറയാം, എല്ലായിടത്തും റൊണാൾഡോ കാർ കൊണ്ടുവരാൻ പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഓരോരുത്തരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും പൊതുവായിട്ട് അങ്ങ് പറയാം, മനസ്സിലായില്ലേ? ഇനി ഇതങ്ങ് ഓഫാക്കി, ഇനി ഇതങ്ങ് പറയാം, മനസ്സിലായില്ലേ കൈ? സീരിയസ്ലി എടാ മുത്തേ നീ ഇവൻ്റെ വണ്ടി നോക്കട്ടെ. ഇവൻ്റെ ബ്രോ എൻ്റെ വണ്ടി എങ്ങനെ ഉണ്ടെന്നാ? എടാ നിൻ്റെ വണ്ടി ഞാൻ കണ്ടുകയാണ്, നിൻ്റെ വണ്ടി കൊള്ളാം. സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഇവോരെ വണ്ടിയാണ് അതെന്നാണ്. പക്ഷേ ആദ്യം മറ്റല്ല അവൻ്റെ ആയിരുന്നു, ക്രൂയിസറിൻ്റെ. എടാ ഇത് കൊള്ളാം. അല്ല എല്ലൊന്നും അല്ല, മനസ്സിലായില്ലേ? നമുക്കങ്ങനെ കഷ്ടപ്പെട്ട് റൂഫ് ബോക്സ് ചെയ്തതാണ്. എടാ കൊള്ളാം, നൈസ്. നമ്മൾ ചൊട്ടയെന്ന് പറഞ്ഞു. ഇല്ലല്ല സീരിയസ്ലി വെച്ച് ബ്രോ റിവീൽ 8:30 ആക്കിയാൽ ബ്രോയിന് കുഴപ്പമുണ്ട്. 8:30 നൈറ്റ് അല്ലേ മുത്തന്നെ? 8:30 ഇല്ലടാ, 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വരുവാടാ. 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വരും. മെസ്സി ബെറ്ററാ മുത്തേ. മുത്തേ സീരിയസ്ലി മുത്തേ, ഓൺലി സോയി മുത്തേ, സീരിയസ്ലി ബ്രോ. എടാ ആ കാർ കൊള്ളാം കേട്ടോ, സ്റ്റേഡിയം ആ കാർ കൊള്ളാം, നല്ലതാണ്. ഇതും കൊള്ളാടാ, രണ്ടും കൊള്ളാടാ, രണ്ട് വണ്ടിയും കൊള്ളാം. ഇതിനിടെ ഇവിടെ ആറാ ബിസിനസ് നടത്തണ, സീരിയസ്ലി മുത്തേ? എന്തായാലും കൊള്ളാം കേട്ടോ, ഗൈസ് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ വിചാരിച്ച അവരുടെ അല്ലേ സത്യം പറഞ്ഞ. എടാ നിങ്ങൾ അറിഞ്ഞ ലൊട്ട പറയല്, ഞാൻ പറഞ്ഞ് എനിക്കറിയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേണ്ട ഈ വര വരച്ചേക്കണ വേണ്ട മാപ്പിൻ്റെ ഇവിടെ ട്രിപ്പ് പോകാതിരുന്നതാണ്. പക്ഷേ ഈ കാറ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് പറയട്ടെ മുത്തേ, സീരിയസ്ലി എന്ത് പറയട്ടെ. ട്രിപ്പിന് വയ്യ മുത്തേ, റിവീലിംഗ് റൂമായി മാറിപ്പോയി കേട്ടോ. ഇത് റിവീലിംഗ് റൂമായി മാറിപ്പോയി. എന്നെ ലൊട്ട പറയല്ലേ, ഇത് കണ്ട് ഞാൻ വിചാരിച്ചില്ലേ ഇതായിരിക്കുമെന്ന്. സത്യമായിട്ടും ഇത് അമ്മാതിരി ഒരു സംഭവമായി പോയി കേട്ടോ. ഇതിനി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും എങ്ങനെ ഇതാക്കുകയാണെങ്കിലും വണ്ടി നൈസായിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ.
ബ്രോ വന്നോ? ബസ് അലൗഡ് അല്ല കേട്ടോ. എന്നാൽ ലിനിക്സ് എടാ ചാറ്റിൽ ഇതാക്കണം. നമ്മളെന്തായാലും നമ്മളെ അണ്ണൻ്റെ കാറും കൊണ്ടാണ് പോകണം. അതാണ് മുന്നേ പറഞ്ഞു വെച്ചേക്കണം. റൊണാൾഡോ അണ്ണൻ്റെ കാറ്. എന്തായാലും നോക്കാം. മൂത്ത നിൻ്റെ റിവീലിങ്ങിനായിട്ട് സത്യം പറഞ്ഞ് 2-3 ദിവസമായിട്ട് പറഞ്ഞ് ഇങ്ങനെ നീണ്ട് പോകണേ കേട്ടോ. സത്യം പറയാല്ല. അപ്പം നിൻ്റെ റിവീലിങ് അത്രത്തോളം മറ്റേ സിനിമ നീണ്ട് പോയിട്ട് അവസാനം വരുമ്പോൾ വമ്പൻ അല്ലെങ്കിൽ മനസ്സിലായില്ല മുത്തേ. വമ്പനായിരിക്കണേ മുത്തേ. എന്തായാലും വിശ്വസിച്ച് വരും മുത്തേ. ഡബിൾ ആയിരിക്കണം എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നോക്കാം. അത്രയും പറഞ്ഞോളൂ മുത്തേ. നമ്മൾ കൂടുതലൊന്നും പറയണ്ട. എടാ മുത്തേ ഇപ്പോൾ ലൈവ് ഉടനെ ഇത്രയും നമ്മൾ ലൈവ് ഉടനിട്ട് 1 hour 38 minutes ഏകദേശം 1 hour 40 minutes എത്തിയിട്ടുണ്ട് ഗൈസ്. സീരിയസ്ലി ഗൈസ് ഞാൻ ഇപ്പോൾ പോണ് ഗൈസേ. ഞാൻ നൈറ്റ് വരാം. നൈറ്റ് എന്തായാലും ഉണ്ടല്ലേ മച്ചാ. വേണ്ട നമ്മളെ നൈറ്റ് ഒരു 8:30 ആ ടൈമൊക്കെ ആകുമ്പോൾ എടുത്ത് വരാം. അപ്പോൾ എന്തായാലും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് പോണ് പിന്നെ വരാം. ഓക്കെ ഗൈസ് ബൈ. ഇന്ന് ഇതൊരു റിവീലിംഗ് റൂമായി മാറിപ്പോയി. കുഴപ്പമില്ല. അത്യാവശ്യം നൈസായിരുന്നു. നല്ല 2 കാറൊക്കെ ആയിരുന്നു. എന്തായാലും കൊള്ളാം ഗൈസ്. പോണോ? ഓക്കെ ബൈ ഗൈസ്. ബൈ.